ഹായ് ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ടോ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ലച്ചൊന്ന് സ്കൂളിൽ പോകുക കേട്ടോ. പാച്ചു മദർസ് വിട്ടിട്ട് നേരെ അതിലൂടെ തന്നെ പോകും കേട്ടോ, വീട്ടിലോട്ട് വരില്ല. അപ്പം ഞാൻ ഇന്നിവിടെ ആൽമരം വരെ ആക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് അവൾ പോകും കേട്ടോ. അവിടെ പിന്നെ വേറെയും പാരൻസൊക്കെ ഉണ്ട് കേട്ടോ, ബസ് കയറ്റി കൊടുക്കാൻ അവിടെ ടീച്ചേഴ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കേസ് ഇന്ന് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ടോ കുറച്ച് വീഡിയോസ് എടുക്കുക ഇന്ന് നിർത്തുക കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മടിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോസ് ഇടാൻ നല്ല മടിയായിട്ടുണ്ട്. നമ്മുടെ കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പം ഇന്ന് നേരം വെളുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റു. പതിവ് പോലെ തന്നെ നമ്മുടെ സ്ഥിരം ഭക്ഷണങ്ങളായ പുട്ട്, ഭൂരി, ദോശയാണ് ഇവിടെ അധികം ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. അപ്പം അതിലൊന്ന് ഭൂരിയാണ് നമ്മളാക്കിയത്. ഭൂരിയും ഇന്നലെ രാത്രി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ തന്നെ ചോറും വെച്ചു. നൗഷിക്കാക്ക് പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറും വെച്ചു, അതുപോലെ ചിക്കൻ കറിയും വെച്ചു കേട്ടോ. സോറി ഗൈസ്, ഭൂരി ആക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മക്കളെ ചായയൊക്കെ കൊടുത്തു, മദർസിലോട്ട് വിട്ടു. നൗഷിക്കാനെ പണിക്ക് സാധനമൊക്കെ ആക്കി കൊടുത്തു. നൗഷിക്കയും പോയി. പിന്നെ അത് കഴിഞ്ഞ് മക്കൾ മദർസ് പോയപാട് ഞാൻ കിടന്നു. ഒരു 8 മണിക്ക് കിടന്നു ഉറങ്ങി. എണീറ്റത് 8:45 കേട്ടോ. ഒരു 3/4 മണിക്കൂർ ഉറങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലച്ച് മദർസ് വിട്ട് വന്നു. പാച്ച് ഇവിടുന്ന് മദർസിൽ നിന്ന് നേരെ സ്കൂളിലോട്ട് പോകും. അങ്ങനെ ലച്ച് വന്നിട്ട് ലച്ചൊക്കെ ഇവിടുന്ന് വേഗം മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു. പിന്നെ അതുപോലെ ചായയും കടിയൊക്കെ വാരി കൊടുത്തു. പിന്നെ അവളെ കുപ്പിയിലൊക്കെ വെള്ളമാക്കി. അങ്ങനെ അവളെയും വിട്ടു. അവളെ വിടുന്ന വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്, അത് ഞാനിവിടെ ആഡാക്കാം കേട്ടോ. അങ്ങനെ ലച്ചുവിന് ഇവിടെ അതും റോഡ് വരെ കൊണ്ടാക്കിയില്ല, ബസ് കയറ്റി കൊടുത്തില്ല. നമ്മുടെ ഇവിടെ മുകളത്തെ ആൽമരം വരെ ആക്കി കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ ബസ് കയറുന്ന അങ്ങോട്ടേക്ക്. പിന്നെ അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ കുട്ടികളും രക്ഷിതാക്കളൊക്കെ പോകുന്നുണ്ട്. ആള് അങ്ങനെ അവരെ കൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ സീനില്ല. അങ്ങനെ അവിടെ വരെ ആക്കി കൊടുത്ത് അങ്ങനെ അവൾ പോയി. അങ്ങനെ ഒരു മടി അങ്ങനെ കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു 1/4 ഭാഗം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. 10 മണി വരെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് വന്നു. പിന്നെ കുറച്ച് നേരം ഫോൺ കണ്ടു കേട്ടോ. ഫോൺ ഒരു വില്ലനാണ് കേട്ടോ. ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഫോൺ കയ്യിൽ വരുമ്പോഴാണ് ഒരു വില്ലനായി മാറുന്നത്. അങ്ങനെ ഫോണിൽ കുറച്ച് നേരം കളിച്ചു കേട്ടോ. ഫോണിൽ കുറച്ച് നേരം കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് സമയം നോക്കിയപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. 11 മണി കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം നൗഷിഖാൻ്റെ ഉമ്മ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇനി എനിക്ക് തറവാട്ട് പോകണം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വെള്ളം കലങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വയലായതുകൊണ്ട് വെള്ളം കലങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തറവാട്ട് പോയിട്ട്, ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ തറവാട് പോയിട്ട് വേണം എനിക്ക് വെള്ളം എടുക്കാൻ, കുടിക്കാനുള്ള വെള്ളം കേട്ടോ. ബാക്കിയെല്ലാം അത് തന്നെ എടുക്കുന്നത്. വേറെ വൃത്തിയോടൊന്നുമില്ല, ചെറിയൊരു കലക്കുണ്ട് എന്നുള്ളൂ, ചെറുതല്ല, നല്ല കലക്കുണ്ട് കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് പിന്നെ രാവിലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 റൂമത്തെയും ബെഡ്ഷീറ്റ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, അലമാര വരെ പൂട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ അടിച്ചു വാരിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ, അടിച്ചു വാരിയിട്ടില്ല. പെട്ടെന്ന് നമ്മുടെ വീട്ടിലായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കൂല ഗൈസ്, ഇവളെന്ത് പെണ്ണാണ്. അപ്പം ഇന്നൊരു മടി പിടിച്ച ദിവസത്തെ അവസ്ഥകളാണ് ഗൈസ്. കണ്ടോ, നമ്മുടെ അലക്കിയിട്ടിട്ടുണ്ടെങ്കിലൊക്കെ തുണികളൊക്കെ നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ. അത്രയും വെയിലുണ്ട്. പിന്നെ ഈ കസാര വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പട്ടി കയറാണ്ടിരിക്കാനാട്ടോ. നല്ല കാറ്റുമുണ്ട്. പിന്നെ ഞാൻ ചായ കുടിച്ചു കേട്ടോ. പിന്നെ അത് നിർബന്ധമാണല്ലോ, ചായ കുടിച്ചു. അതിൻ്റെ ഇടയിൽ നൗഷിക്ക വിളിച്ചു കേട്ടോ. നൗഷിക്ക വിളിച്ചിട്ട് എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, ഒരു ചെറിയ സർജറി കഴിഞ്ഞതിൻ്റെ ശേഷം ടൈമിൽ ഭക്ഷണം കഴിക്കണം, കുറച്ചാണെങ്കിലും കഴിക്കണം കേട്ടോ. പിന്നെ എന്നിട്ട് ഇത് വേഗം ഞാൻ പാത്രം കഴുകുന്നതും ഗ്യാസൊക്കെ വേഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. ഇനി നമുക്ക് വെള്ളം എടുക്കാൻ പോകണം. അതിന് മുമ്പ് ഇവിടെ ഒന്ന് വേഗം അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. അതാണ് പറഞ്ഞത്, ചില ദിവസങ്ങളിൽ ഒന്നിനും പറ്റൂല കേട്ടോ, ഭയങ്കര മടിയായിരിക്കുക. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ഭയങ്കര മടി. പിന്നെ അതുപോലെ എന്താ പറയുക, എൻ്റെ വായിലൊക്കെ നാവിലൊക്കെ പുണ്ണൊക്കെ വന്നിട്ട് ഞാനാകെ ബുദ്ധിമുട്ടിലും കാര്യത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും. പിന്നെ അനങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ചേട്ടനോടല്ലേ ചോദിക്കുക ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ
അതും കൂടി അവരും കൂടി പറയുന്ന കേൾക്കുമ്പോൾ ഒന്നും കൂടി പേടിയാട്ടോ. പക്ഷേ എനിക്ക് വേണ്ട ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വലുതായിട്ട് കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ ഓക്കെ ആവേണ്ട പ്രശ്നം മാത്രമേ ഇപ്പം എനിക്കുള്ളൂ കേട്ടോ. പക്ഷെ പുണ്ണിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ നാവിൻ്റെ ഈ തല തൊട്ടിട്ട് അങ്ങേ തല വരെ പുണ്ണ് വരും കേട്ടോ. അപ്പം അതൊരു പ്രശ്നം തന്നെയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഫോൺ ഒരു വില്ലൻ തന്നെയാണ് നമ്മുടെ ലൈഫിൽ കേട്ടോ. നമ്മളെ എല്ലാത്തിനും പിന്തിരിപ്പിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ഫോണ്. എൻ്റെ കാര്യമാണ്, നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് വേഗം ഒന്ന് അടിച്ചു വരാം. അപ്പം നിങ്ങൾക്ക് ബോറടിച്ചിരിക്കുന്നുണ്ടാവും, ഞാൻ പിളവളാന്ന് പറഞ്ഞിട്ട് ബോറടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പം ഇവിടെ ആരുമില്ലല്ലോ, അപ്പം എനിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണ്ടേ. അപ്പം എന്നെ കേൾക്കുന്ന 1-2 കൂട്ടുകാരുണ്ടല്ലോ, അപ്പം അവർക്കെങ്കിലും വേണ്ടിയിട്ട്. അപ്പം ഗേസ്, അപ്പം നമുക്ക് വേഗം ഒന്ന് അടിച്ചു വരാം കേട്ടോ. സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്താൻ പറ്റൂല, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം വേഗം അടിച്ചു വാരി തുടക്കാം, എന്നിട്ട് കാണാം കേട്ടോ. കണ്ടില്ലേ നമ്മുടെ. അപ്പം അടിച്ചു വാരി തുടച്ചിട്ട് നമുക്ക് തറവാട്ടിൽ പോകണം വെള്ളം എടുക്കാൻ. തറവാട്ടിൽ പോയി ഇന്ന് ഞാൻ 1 കുടം വെള്ളം എടുക്കുള്ളൂ കേട്ടോ. ഞാൻ ഇന്നലെ പോയിട്ട് 2 കുടം വെള്ളം എടുത്തു. എനിക്ക് പറ്റുന്നില്ല, അപ്പോൾ 1 കുടം വെള്ളം എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോയി എടുത്താൽ മതിയല്ലോ. വേറെ ആരും വീടില്ല, നമ്മുടെ തറവാടാണല്ലോ, ആരും ഒന്നും പറയാനൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ആദ്യം അടിച്ചു വാരി തുടക്കാം. അപ്പം നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞു, ഇനി നമുക്ക് തുടക്കാം കേട്ടോ. ഞാൻ അടിച്ചു വാരലും തുടക്കുന്നൊന്നും ഇതിൽ ഉൾപ്പെടുത്തി അത് നിങ്ങൾക്കും ബോറടിക്കും. കുറേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതിലൊക്കെ അത് കാണിച്ചിട്ടില്ല, അത് നിങ്ങൾക്കും ബോറടിക്കും. അപ്പം അതൊന്നും കാണിക്കുന്നില്ല. അപ്പം അതും കൂടി ഇതാക്കിയിട്ട് നമുക്ക് വേഗം തറവാട്ടിൽ പോയിട്ട് വെള്ളം എടുക്കട്ടെ. ഇപ്പം തന്നെ സമയം 1 മണിയായിട്ടുണ്ട്. അപ്പം ഭയങ്കര ചൂടും വെയിലൊക്കെയാണ് കേട്ടോ. പെട്ടെന്ന് പോയിട്ട് വെള്ളം എടുക്കാം. മടി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വഴുകും, ചിലപ്പോൾ അത് വൈകുന്നേരമൊക്കെ ആവാം കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ തുടക്കലും കൂടി കഴിഞ്ഞിട്ട് വേഗം പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മൾ അലക്കിയിട്ട കുറച്ച് തുണികളുണ്ട്, ഇന്നലെ അലക്കിയിട്ടത്. അപ്പം അതൊക്കെ ഒന്ന് വെയിലത്തോട്ട് ഇടണം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മുറ്റത്തോട്ടിട്ട് എല്ലാം ഉണക്കിയെടുക്കണം. നമ്മളിവിടെ ഷെഡിലാണ് എല്ലാം വിരിച്ചിട്ടിട്ടുള്ളത്. അതൊക്കെ ഒന്ന് മുറ്റത്ത് ഇട്ടിട്ട് വേണം, മുറ്റത്തല്ല കേട്ടോ, മുറ്റത്ത് നമ്മളെ വേലി ഉണ്ടാവുമല്ലോ, അതിലിട്ടിട്ട് വേണം മേലെ തറവാട്ടിലോട്ട് പോകാൻ. അപ്പോൾ തുടച്ചിട്ട് മുറ്റത്ത് തുണികൾ ഇട്ടിട്ട് കാണാം ഗൈസ്. നമ്മുടെ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തുടച്ച് എല്ലാം നമ്മുടെ അടുക്കള കാര്യങ്ങൾ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കസാര വെക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പട്ടി കണ്ടിരിക്കാനായിട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്ത് കണ്ടോ 2 കുടം വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ 2 കുടം വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ വേണം കേട്ടോ വെള്ളം കൊണ്ടുവരാൻ. നമ്മുടെ കിണറും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല വെയിലുണ്ട്. ഞാൻ 1 കുടേ വെള്ളം എടുക്കുള്ളൂ പറഞ്ഞിട്ട് ഇപ്പം 2 കുടം എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൊണ്ടുവരാം. നല്ല വെയില. അപ്പോൾ അങ്ങനെ കലങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിണർ. അപ്പം ആ കിണറിനിപ്പം വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കിയാൽ ശരിയാവുമായിരിക്കും. പക്ഷേ ഇനി നല്ല മഴ വരുമല്ലോ, കർക്കിടകമൊക്കെ വരുമ്പോൾ നല്ല മഴ വരുമല്ലോ. അപ്പം പിന്നെ കലക്ക് പിന്നെയും കൂടും കേട്ടോ. അപ്പം അത് കഴിയട്ടെ, മഴക്കാലം കഴിയട്ടെ. അതുവരെ കുടിക്കാൻ മാത്രമാണല്ലോ നമുക്ക് തറവാട്ടിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കുടിക്കാൻ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇവിടെ അടുത്തുള്ള വയലിലുള്ള ഒരുവിധം എല്ലാ കിണറുകളും കലങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം. അപ്പം നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഫോണ് കൊണ്ടുപോകുന്നില്ല, എന്തായാലും നിങ്ങൾക്ക് തറവാടും കൂടി ഒന്ന് കാണിച്ചു തരാം. ഫോണ് കൊണ്ടുപോവാം. അങ്ങനെ ഇതാ തറവാട്ടിലോട്ട് പോവുക കേട്ടോ. അപ്പം ആ വീട് കണ്ടില്ലേ, അന്ന് നമ്മൾ ഒരു ഹോം ടൂറും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വീട് കൂടലൊക്കെ ചെയ്തില്ലേ, ആ വീടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഈ തറവാട്. നല്ല പഴക്കമുണ്ട് കേട്ടോ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇതാ പൂച്ച വരിക കേട്ടോ. വിളിച്ചപ്പോൾ തന്നെ വന്ന് എൻ്റെ അടുത്ത് നിൽക്കണം. ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ അവർക്ക് വേണ്ടി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വന്നിട്ട് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നു കേട്ടോ. നമ്മുടെ തറവാട്ടത്തെ വെള്ളം അങ്ങനെ കലങ്ങൂല കേട്ടോ.
അങ്ങനെ അതാ അങ്ങനെ തറവാട്ടിലെത്തിയിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഈ തറവാട്ടിൽ മനുഷ്യന്മാരെക്കാളും കൂടുതലുള്ളത് പൂച്ചകളാണ്. പൂച്ചക്ക് നായ്ക്കൊക്കെ എല്ലാം ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പം അതിൽ ഉമ്മാനെ എന്താ പറയുക, അഭിനന്ദിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഉമ്മാക്കില്ലെങ്കിൽ ഉമ്മ പൂച്ചകൾക്ക് എങ്ങനെയെങ്കിലും ഫുഡ് കൊടുക്കും കേട്ടോ. ഇനിയിപ്പം ഉണക്കമീൻ ചുട്ടിട്ടാണെങ്കിലോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കുവേ. പിന്നെ നമ്മുടെ ബബ്ലു വന്നിട്ടുണ്ട് കേട്ടോ. ബബ്ലുവിനെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഉച്ചയായപ്പോൾ ഉമ്മാൻ്റെ അടുത്തോട്ട് വന്നതാട്ടോ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പം ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഉമ്മാനെ തൊടാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുക കേട്ടോ. പക്ഷെ തൊടൂല. അപ്പം കണ്ടില്ലേ, ഫുഡ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുക കേട്ടോ. ഉമ്മ ഞാൻ പറഞ്ഞല്ലോ പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ ഫുഡ് കൊടുക്കും കേട്ടോ. അതേപോലെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. കോഴിനൊക്കെ കീരി പിടിച്ചുകൊണ്ടുപോയതാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, നീ വെറും ചോറൊന്നും തിന്നൂലല്ലോ, ഇറച്ചി മീനൊക്കെ നിനക്ക് വേണ്ടേ, അതൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെ അതാ ഉമ്മാൻ്റെ ഒരുപാട് തക്കാളിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ ഒരു കുടം വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടാമത്തത് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ തറവാടിൻ്റെ ബേക്ക് വശമാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉമ്മായത്തും പറഞ്ഞിട്ടതാ ഞാൻ പോവുകയാണ് കേസ്, നമ്മുടെ വയലിലൂടെ പോവുകയാണ്. ഇതാണ് കേട്ടോ, ഇത് നമ്മുടെ വഴിയല്ല. ഇപ്പോൾ അവർ ഇങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് കൂടെ നടക്കുന്നതെന്നുള്ളൂ കേട്ടോ. നമ്മുടെ വഴി ഒന്നും പറയേണ്ട കേസ്, വഴീൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വയൽ. നമ്മുടെ വയലല്ല, വേറെ ആരുടെ വയൽ. അപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള വയലാണ് കേട്ടോ ഇത്. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്കുള്ള വഴി. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടോ. 2 ബിന്ദികയിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്തൊരു ചെറിയ മുരിങ്ങേൻ്റെ ഇല ഉണ്ട് കേട്ടോ, മുരിങ്ങ മരം ഉണ്ട് കേട്ടോ. അപ്പം അതിന്ന് പറിച്ച ഇലകളാണ് കേട്ടോ, ഇത്രയും കിട്ടി. അപ്പം ഇന്നത്തെ ഒരു കറിക്ക് ഇത് തന്നെ ധാരാളം കേട്ടോ. ഇന്ന് പരിപ്പും മുരിങ്ങയും തേങ്ങ അരച്ച് വെക്കുകയാണ് കേട്ടോ. മുരിങ്ങേൻ്റെ ഇല നല്ല ടേസ്റ്റാണല്ലോ. അപ്പം അതാണ് കേട്ടോ. അപ്പം നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ച് വെക്കുമ്പം ഒരു പ്രത്യേക രസമാണല്ലോ. അതാട്ടോ ഞാനിത് കാണിച്ചത്. പിന്നെ അതുപോലെ ഇതും 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിൽ 2-3 ക്ലിപ്പുണ്ട് 2 ദിവസം മുന്നത്തെ. അപ്പോൾ അതും കൂടി ഇതിൽ ആഡാക്കാം. അപ്പോൾ 2 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോയിലുള്ളതാണ് ഇത് കേട്ടോ. നമ്മുടെ ഈ ഈത്തപ്പഴം, ഈ സംഭവത്തിൻ്റെ പേര് അങ്ങനെ തന്നെ അല്ലേ. അപ്പം ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചു അത് കഴിക്കുകയാണ്. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് വെച്ചപ്പോഴും കുറച്ച് ടൈമായി കേട്ടോ. പിന്നെ ചോറ് ഫുള്ളാക്കാൻ പറ്റില്ല. ആകെ ഒരു 2 കയ്യിലാട്ടോ എടുത്തിട്ടുള്ളൂ. അത് തന്നെ മുഴുവൻ തിന്നാൻ പറ്റുന്നില്ല. കാരണം പുണ്ണും കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ കറി ലേശം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്നിട്ടും പുണ്ണ് ഭയങ്കര എരിവ് കേട്ടോ. പുണ്ണിന് പറ്റിയൊരു അല്ല, കുറേ ഹോസ്പിറ്റലിൽ കാണിച്ച് കുറേ മരുന്നൊക്കെ ഞാൻ കുടിച്ചു കേട്ടോ. അപ്പം പുണ്ണിന് പറ്റിയൊരു വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറയണം. കുറേ ആൾക്കാർ തൈര് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൈര് കുടിച്ചു. പിന്നെ ഉപ്പിട്ട് സ്ഥിരം വായ്ക്ക് ഉപ്പിളിക്കും കേട്ടോ. അങ്ങനെയൊക്കെ പലതും ചെയ്യുന്നുണ്ട്. പിന്നെ കരിഞ്ഞച്ചീൻ്റെ ഇല കഴിക്കാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ നീര്, അങ്ങനെ അതും ചെയ്തു. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കുളിക്കാം. കുറച്ച് നേരം ഞാൻ ഉറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണം, ഒന്നാമത് മടി കൊണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഞാൻ കടന്നുറങ്ങി. ഇനി നമുക്ക് കുളിച്ചിട്ട് അങ്ങനെ ലച്ചു വന്നു കേട്ടോ. ലച്ചുക്ക് ചായ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും പാച്ചും വന്ന് രണ്ടാളും ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവർ കളിക്കാൻ പോകുക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അലക്കിയിട്ട തുണികളൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. യൂണിഫോമാണ്. ഇനിയിപ്പം ഇതൊന്ന് രാത്രി ഇസ്തിരി ഇടണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അടുക്കളയിലോട്ട് ഇറങ്ങി ഇനിയിപ്പം നമുക്ക് രാത്രിക്കത്തെ ഫുഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇന്ന് മീനും പൊരിക്കാം, പിന്നെ അതുപോലെ പരിപ്പും താളിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്ന് നമുക്ക് മീൻ പൊരിക്കലും പിന്നെ പരിപ്പ് കറിയും ചോറും അച്ചാറും ഉണ്ട്. അത് മതി കേട്ടോ. ഇന്നോളെ
അപ്പോൾ ഗൈസ് ലച്ചു കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എന്തോ റെഡിയാക്കാൻ വേണ്ടി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഞാൻ പറഞ്ഞ ആ പുണ്ണിനുള്ള മരുന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷ് മരുന്നല്ല കേട്ടോ, അല്ലാത്ത മരുന്നുകൾ എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.